അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം 26 ഷോറൂമുകൾ. കോൾ 8590046916. മഴക്കാല രോഗ ബോധവത്കരണ ക്ലാസും സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ നഗരസഭ ആരോഗ്യ സ്ഥിരസമിതി അധ്യക്ഷ പി രജിത ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ നഗരസഭയിലെ 27, 28, 29 വാർഡുകൾ ഗ്രീൻ വാലി റെസിഡൻസ് അസോസിയേഷൻ, ഇന്ത്യൻ ഹോമിയോപ്പതിക് മെഡിക്കൽ അസോസിയേഷൻ മൂവാറ്റുപുഴ ചാപ്റ്റർ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ മഴക്കാല രോഗ ബോധവൽക്കരണ ക്ലാസും സൗജന്യ ഹോമിയോപ്പതി മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ നഗരസഭ ആരോഗ്യ സ്ഥിരസമിതി അധ്യക്ഷ പി രജിത ഉദ്ഘാടനം ചെയ്തു. നമ്മൾ ഈ പ്രതിരോധത്തിൻ്റെ കാര്യങ്ങൾ കൂടുതലായി നമ്മൾ പഠിച്ചു തുടങ്ങിയത് എന്ന് മുതലാണ്. ഈ കോവിഡിൻ്റെ കാലഘട്ടം മുതലാണ് ഈ പ്രതിരോധം എന്ന് പറയുന്ന ഒരു വാക്കുകൾ കൂടുതലായി ജനങ്ങളിലേക്ക് എത്തിത്തുടങ്ങിയത്. നൂതന മെഡിസിനോടൊപ്പം തന്നെ ആയുർവേദത്തിനോടൊപ്പം തന്നെ കടപിടിച്ച് തന്നെ ഹോമിയോപ്പതിയും ഇന്ന് പ്രതിരോധത്തിലേക്ക് ഒരടി പുറകോട്ടല്ലാതെ 10 ചുവട് മുന്നോട്ട് വെച്ച് തന്നെ ഓരോ കാര്യങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കോവിഡ് കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിരോധ മരുന്നുകൾ സപ്ലൈ ചെയ്ത ഒരു മെഡിസിൻ വിഭാഗവും കൂടെയാണ് ഹോമിയോപ്പതി. നമ്മൾ എന്തുകൊണ്ടോ ഇത്തരം ക്യാമ്പുകൾ അറേഞ്ച് ചെയ്ത് നമ്മളിലേക്ക് എത്തിപ്പെടുന്ന മരുന്നുകൾ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താനോ അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി അതിൽ പങ്കെടുത്ത് വേണ്ട വിവരങ്ങൾ ശേഖരിക്കാനോ ഒന്നും തന്നെ ഞാനടക്കമുള്ള ആളുകൾ ഒരിക്കലും അതിനുവേണ്ടി നമ്മൾ തയ്യാറാകാറുമില്ല, അതിൻ്റെ പ്രാധാന്യം ഉൾക്കൊള്ളാറുമില്ല. ഗ്രീൻ വാലി റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് രഞ്ജു കെ ജോർജ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ 28-ാം വാർഡ് കൗൺസിലർ രജനി MA, 27-ാം വാർഡ് കൗൺസിലർ ഷേർലി പൗലോസ്, ഗ്രീൻ വാലി റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി രാമകൃഷ്ണൻ നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു. മഴക്കാലത്ത് വ്യാപകമാകുന്ന കൊതുകുജന്യ, ജലജന്യ, എലിപ്പനി ഉൾപ്പെടെയുള്ള രോഗങ്ങളെക്കുറിച്ചും അവയുടെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും ഇന്ത്യൻ ഹോമിയോപ്പതി മെഡിക്കൽ അസോസിയേഷൻ മൂവാറ്റുപുഴ ചാപ്റ്റർ പ്രസിഡന്റ് ഡോക്ടർ ധന്യ ശശിധരൻ ബോധവൽക്കരണ ക്ലാസ് നടത്തി. രോഗാണുക്കൾ പെരുകുന്നു, വൈറസ് ആയിക്കോട്ടെ, ബാക്ടീരിയ ആയിക്കോട്ടെ, ഇതെല്ലാം പെരുകാൻ ഏറ്റവും നല്ല ക്ലൈമറ്റാണ് തണുപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ചൂടുവെള്ളം കുടിക്കണം, എപ്പോഴും നമ്മൾ ചൂട് ആഹാരം കഴിക്കണം എന്നൊക്കെ പറയുന്നത്. അതുപോലെ ഫ്രിഡ്ജിൽ ശീതീകരിച്ച ഭക്ഷണങ്ങൾ ഉപയോഗിക്കരുത്, അല്ലെങ്കിൽ ശീതീകരിച്ച ഭക്ഷണം ചൂടാക്കി ഉപയോഗിക്കുന്നത് പോലും തെറ്റാണെന്ന് പറയുന്നുണ്ട് അല്ലേ. ഇതാണ് കാരണം. ഈ തണുപ്പ് എന്നുള്ള അവസ്ഥയിൽ ബാക്ടീരിയ, വൈറസോ ഏത് രോഗാണു ആവട്ടെ പെരുകി അതിൻ്റെ എന്താ പറയുക രോഗത്തിന് ഇൻറ്റൻസിറ്റി കൂട്ടാൻ അവരുടെ ചെറിയൊരു പ്രസൻസ് മതി. അതുകൊണ്ടാണ് ഈ മഴക്കാലത്ത് അസുഖങ്ങൾ തന്നെ. പിന്നെയും കാരണമുണ്ട്. എന്താ? തുടർന്ന് ഡോക്ടർ അബിത ഭാസ്കർ, ഡോക്ടർ ഹണി CN, ഡോക്ടർ ധന്യ ശശിധരൻ എന്നിവരുടെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ പരിശോധനയും മരുന്ന് വിതരണവും നടത്തി. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്.